ഹായ്, ഞാൻ തസ്നിംസ് ഫ്ലേവേഴ്സിലെ ഇന്നത്തെ റെസിപ്പി ഒരു കബാബാണ്. സ്പൈറൽ കബാബ് അല്ലെങ്കിൽ ഹണി ബീ കബാബ് എന്നൊക്കെ പറയുന്ന ഒരു കബാബ്. അതിൻ്റെ ബേസ് ശരിക്കും നമ്മൾ കബാബ് ഉണ്ടാക്കുന്ന ഒരു ബേസ് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കബാബാണ്. നമുക്ക് ഇതിൻ്റെ കൂട്ട് ഉണ്ടാക്കി നമ്മൾ അരച്ചെടുത്ത മിൻസ് മീറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലൊരു ഡിഷാണ്. നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ 250 ഗ്രാം ബോൺലെസ്, സോയാ സോസ് 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1 ചെറുനാരങ്ങയുടെ പകുതി, മുട്ട ഒരെണ്ണത്തിൻ്റെ പകുതി, മല്ലിയില, 1 ബ്രെഡ്, 1 സ്ലൈസ് ബ്രെഡ്, സവാള, ചെറിയൊരു സവാള ചെറുതാക്കി മുറിച്ചെടുത്തത്, പച്ചമുളക് ഒരെണ്ണം, ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, ഉപ്പ്, എണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. സ്പൈറൽ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സമൂസ ലീഫ് കട്ട് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ മൈദ പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് പരത്തിയിട്ട് ചെറിയതായിട്ട് ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതിയോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ് ആണ്, 1 ടീസ്പൂൺ സോയാ സോസ്, ലൈം ജ്യൂസ്, എണ്ണ ചേർക്കണം, 1 ടീസ്പൂൺ ഓയിൽ, ഇനി സവാള, ഒരു ചെറിയ സവാളയാണ്, അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. പച്ചമുളക്, 1 പച്ചമുളക്, 1-2 പച്ചമുളക് എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ മല്ലിയില 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ടാവും. ബ്രെഡ്, 1 സ്ലൈസ് ബ്രെഡ്, ഇതിലേക്ക് മുട്ടയുടെ പകുതി ചേർക്കണം. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. നമ്മൾ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് കുറച്ച് മുട്ടയുടെ 1 മുട്ടയുടെ പകുതിയാണ് ചേർക്കേണ്ടത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചെറിയ ജാറിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്നിച്ച് അരച്ചെടുക്കുകയും ചെയ്യാം. കബാബിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ റോ ആയിട്ട് തന്നെ അരച്ചെടുത്തതാണ്. ഇത് വേവിച്ചിട്ടുള്ള ചിക്കനൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കീമ വാങ്ങാൻ കിട്ടും. പക്ഷേ കീമ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഈ ഒരു സൈസിൽ എടുക്കുക. എന്നിട്ട് നമ്മളത് റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കബാബ് തന്നെ. നമ്മൾ സ്പൈറൽ കബാബ് എന്ന് പറഞ്ഞതുകൊണ്ട് ആണ്. സ്പൈറൽ കബാബ് ആകുമ്പോൾ ഇതുപോലെ ഒരു സമൂസ ലീഫ് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. അത് ഇതിൻ്റെ മുകളിൽ ചുറ്റിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. കൂട്ട് വെച്ചിട്ട് നമുക്ക് കബാബ്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ കൂട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ചില്ലറിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഈ നമ്മൾ ഈ റിബൺ
ഇങ്ങനെ ചുറ്റാതെ നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഇതൊരു ഭംഗിക്ക് കൂടി വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കബാബ് ഉണ്ടാക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ കബാബെല്ലാം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ട് വെച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും ബാക്കിയുണ്ട്, ഞാൻ കുറച്ചെടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. കബാബ്സ് ഓരോന്നായിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ വേണം നമ്മളിത് മറിച്ചിട്ടിട്ട് ചെയ്യാം. സ്പൈറൽ കബാബ് ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് നല്ല ഈ കൂട്ടി എടുത്തിട്ട് വേണം. നമ്മളെങ്ങനെയാണ് കബാബ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് കബാബ് സ്റ്റിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ ആദ്യം ഒരു കഷ്ണം തക്കാളി, വീണ്ടും ഒരു സവാള, പിന്നെ ഒരു കഷ്ണം കക്കയ്ക്ക, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കബാബ്, തക്കാളി, ഒരു സ്റ്റിക്കിൽ നമുക്ക് 2 കബാബ് ഒക്കെയാണ് വെക്കാൻ പറ്റുള്ളൂ. അത് നല്ല കളർഫുള്ളായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ചെയ്യുകയും ചെയ്യും. സ്പൈറൽ കബാബ് ഉണ്ടായി കഴിഞ്ഞു. നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു കബാബാണിത്. ഇതിൻ്റെ ഈ മിക്സ് നമുക്ക് ഉണ്ടാക്കി ചില്ലറിലോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ട്രൈ ചെയ്യണം.